മനുഷ്യജീവിതം അതീവ ദുസ്സഹമായിരിക്കുന്നു. തുടർച്ചയായ മരണങ്ങൾ വലിയ ആശങ്കയ്ക്കാണ് വഴിയൊരുക്കുന്നത്. ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകളെ പ്രതിരോധിക്കാനും സ്ഥിരമായ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാണ് സർക്കാരിനോടുള്ള ജനങ്ങളുടെ ആവശ്യം. ഈ സമീപ ദിവസങ്ങളിലെ മരണക്കണക്കുകളാണ് നമ്മൾ ഇനി പരിശോധിക്കാൻ പോകുന്നത്. അത് ഞെട്ടിക്കുന്ന കണക്കുകളാണ്. കാരണം 3 ആഴ്ചക്കിടെ കാട്ടാന ആക്രമണത്തിൽ ഈ സംസ്ഥാനത്തുണ്ടായിരിക്കുന്നത് 6 മരണങ്ങളാണ്. ആ 6 മരണങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ നമുക്ക് ആദ്യത്തെ മരണം, അതേക്കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അതായത് മെയ് 24-ന് നമ്മുടെ സംസ്ഥാനത്ത് സംഭവിച്ചിട്ടുള്ള മരണം, അത് പെരുമ്പാവൂർ കൊങ്ങിൻചുവട് വനമേഖലയിൽ വനം വകുപ്പിന്റെ താൽക്കാലിക വാച്ചറായിരുന്ന പുഷ്പാകരനാണ് കൊല്ലപ്പെട്ടത്. പുഷ്പാകരൻ വനവിഭവങ്ങൾ ശേഖരിക്കാനായി വനത്തിൽ പോവുകയായിരുന്നു. അതിനിടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്നത്. ഈ എണ്ണത്തിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. പുഷ്പാകരന്റെ മരണമാണ് ഇതിൽ നമുക്ക് എടുത്തു പറയാനുള്ള ആദ്യത്തെ മരണം. അടുത്ത കണക്കിലേക്ക് വരികയാണെങ്കിൽ അത് മെയ് 26-ന് സംഭവിച്ചിട്ടുള്ളത് വയനാട് മേപ്പാടി കള്ളാടിയിൽ ഭർത്താവിനൊപ്പം സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന ജെസ്സിയുടെ മരണം അതേറെ ദുഃഖമുണ്ടാക്കുന്നതായിരുന്നു. ഭർത്താവ് ഷാജിയും കൂടെ ഉണ്ടായിരുന്നു. ഷാജിക്കും പരിക്കേറ്റിരുന്നു. ഷാജിയുടെ പരിക്കുകൾ ഇപ്പോഴും മാറി വരുന്നതേയുള്ളൂ. ജെസ്സിയുടെ മരണവും ഏറെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ കേട്ടത്. ഇതാണ് രണ്ടാമത്തെ കാട്ടാന ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ. മൂന്നാമത്തേതിലേക്ക് നമുക്ക് പോകുമ്പോൾ നോക്കൂ, മെയ് 30-ന് സംഭവിച്ചത് തൃശൂർ അതിരപ്പള്ളി വൈശ്ശേരിയിൽ വീടിന് മുന്നിലെത്തിയ കാട്ടാനയുടെ ആക്രമണത്തിലാണ് മോഹനൻ കൊല്ലപ്പെടുന്നത്. ആ പ്രദേശത്ത് സ്ഥിരമായി കാട്ടാനകൾ എത്തുന്നതാണ്. അപ്പോൾ അയൽക്കാരുടെ നിലവിളി കേട്ട് കാട്ടാന ഇറങ്ങിയെന്ന് മനസ്സിലാക്കി സ്വന്തം വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിയ മോഹനനെ പിന്നിലൂടെ വന്ന കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ ആന അവിടെ നിന്നും പോയ ശേഷമാണ് മോഹനനെ ആശുപത്രിയിലേക്ക് വരെ കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതിദാരുണമായ മരണമാണ് മോഹനും സംഭവിച്ചത്. അടുത്തതിലേക്ക് പോകാം. ജൂൺ മാസം സംഭവിച്ചിട്ടുള്ള മരണം, അതും ജൂൺ 3-ന് തൃശൂർ അതിരപ്പള്ളി വൈശ്ശേരിയിലെ മോഹനന്റെ മരണത്തിന് ശേഷം സംഭവിച്ചിട്ടുള്ള മരണം എന്ന് പറയുന്നത് കാഞ്ഞിരമ്പാറ പേണുവിൽ നാരായണൻ ഭവാനി ദമ്പതികളുടെ മകൻ രാജേഷിന്റെ മരണം. അതും ഏറെ ദാരുണമായ മരണമായിരുന്നു. രാജേഷിന്റെ മരണത്തിൽ ആ കുടുംബം അത്രത്തോളം വലിയ വേദന അനുഭവിക്കുന്നതാണ്. ഈ പേണു എന്ന് പറയുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാണ്. ആ ബോർഡറിൽ വെച്ചാണ് ഇത്തരത്തിലുള്ളൊരു മരണം ഉണ്ടാവുന്നത്. സ്ഥിരമായി ഈ പറയുന്ന കാട്ടാനാക്രമണങ്ങൾ ഉണ്ടാകുന്ന ഏരിയയാണ് ഈ പേണു എന്ന് പറയുന്നത്. നാട്ടുകാരുടെ നിരന്തരമായ പരാതിയാണ്. അടുത്തത് ജൂൺ 8-ന് സംഭവിച്ചിട്ടുള്ള മരണം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ ഏറ്റവും ഒടുവിലായി നിൽക്കുന്ന മരണം ഇടുക്കി ചിന്നക്കനാൽ സൂര്യനെല്ലിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ മാരി എന്ന വീട്ടമ്മ, 37-കാരിയായ വീട്ടമ്മ മരണപ്പെട്ടതാണ്. അവരുടെ കുടുംബം അനാഥമായിരിക്കുകയാണ്. 2 കുട്ടികളാണ്. അതിൽ 11-കാരന് സംഭവിച്ചിട്ടുള്ള പരിക്കുകൾ നമുക്കറിയാം. കഴിഞ്ഞ ദിവസമൊക്കെ അവരെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. മറ്റൊന്ന് ഏറ്റവും ഒടുവിൽ സംഭവിച്ച ജൂൺ 10-ന് സംഭവിച്ചിട്ടുള്ള മരണം, അത് വയനാട് കാട്ടിക്കുളം പുളിമൂട് കുന്ന് മിച്ചഭൂമിയിലെ രാജുവിന്റെ മരണമാണ്. രാജുവും ഇതുപോലെ കൃഷിയിടത്തിലേക്ക് ഇറങ്ങി വന്ന കാട്ടാനയെ തുരത്താൻ ശ്രമിച്ചതായിരുന്നു. ആ ആനയാണ് രാജുവിനെയും കൊലപ്പെടുത്തിയത്. ഇങ്ങനെ നിരന്തരമായ മരണങ്ങൾ ഈ സമീപ ദിവസങ്ങളിലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വനം മന്ത്രിയുടെ ഒരു വിവാദ പ്രസ്താവനയടക്കം നമ്മൾ കേട്ടുകഴിഞ്ഞു.